ഹലോ ഫ്രണ്ട്സ്, കീട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ എന്ത് ട്രിക്കാണ് കാണാൻ പോകുന്നത് എന്നായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോർഗിന്റെ ഒരു ട്രിക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കോർഗ് PA 700 വെച്ചിട്ടാണ്. അപ്പോൾ കോർഗ് PA 700 എന്ന് വെച്ചാൽ PA സീരീസിലെ എല്ലാ കീബോർഡുകളുടെയും ഫങ്ഷൻസ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ട്രിക്ക് അതെന്താണെന്നായിരിക്കും അല്ലെ? നമ്മളിന്ന് കാണാൻ പോകുന്ന ട്രിക്ക് എങ്ങനെയാണ് കോർഗ് കീബോർഡുകളിൽ നമ്മൾ സ്വന്തമായിട്ട് ഡ്രം കിറ്റുകൾ ഉണ്ടാക്കുക, പ്രത്യേകിച്ചും തബല, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ കോർഗിന്റെ നമ്മൾ ഒത്തിരി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോർഗിന്റെ ടോൺ എഡിറ്റിങ്ങിനെ കുറിച്ചും മറ്റൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കണക്റ്റഡ് ആണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ കോർഗിന്റെ പ്ലേലിസ്റ്റ് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ പ്ലേലിസ്റ്റിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കണം. പിന്നെ എല്ലാ വീഡിയോസിലും എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് എന്നോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്, അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി അമർത്തി ആ എല്ലാ നോട്ടിഫിക്കേഷൻസും ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻസും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷയം മറന്നു കളയണ്ട. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കോർഗിൽ ഡ്രം കിറ്റുകൾ ഉണ്ടാക്കുന്നത്, അതും പ്രത്യേകിച്ച് തബല കിറ്റുകളാണ് ഉണ്ടാക്കുന്നതിന്റെ കാര്യം പറയുന്നത്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും വീഡിയോയിൽ ഫുൾ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എന്നെ വിളിക്കാം. അപ്പൊ ഇനി നമ്മൾ അധികം ഒന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇന്ന് ഒരു ഡ്രം കിറ്റ് ഉണ്ടാക്കുക എന്ന് പഠിക്കാം. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സൗണ്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, സൗണ്ട് എന്നുള്ള ബട്ടൺ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ്. സൗണ്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ സൗണ്ട് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷനിലാണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഡിഫോൾട്ടായി കിടക്കുന്ന ഒരു പിയാനോയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡ്രമ്മിലേക്ക് പോവാം. ഡ്രമ്മിലേക്ക് പോയി നിങ്ങൾക്ക് ഇവിടെ ഒരു ഡ്രം കിറ്റ് സെലക്ട് ചെയ്യാം. യൂസർ കിറ്റ് ആയിരിക്കും എപ്പോഴും കുറച്ച് നല്ലത്. അപ്പം ഞാനിവിടെ തബലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കിറ്റ് എടുത്തിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഫാക്ടറി സെറ്റ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഒരു കിറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. കിറ്റ് സെലക്ട് ചെയ്തു. ഞാനൊന്ന് ജസ്റ്റ് എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ് അടിച്ചു. അപ്പോൾ നമ്മുടെ സൗണ്ടിൻ്റെ ഒരു സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിറ്റുകൾ എങ്ങനെ അസൈൻ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങളിവിടെ മെനു എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. മെനു എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡ്രം കിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡ്രം കിറ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഡ്രം കിറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഫക്റ്റാണ്, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ കിട്ടുക. ഇവിടെ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കീകളും പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കീകളിൽ ഏത് സൗണ്ടാണ് എന്ന് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യത്തെ കീ, അപ്പോൾ ഒരു ഒക്ടീവ് രണ്ട് സൈഡിലും ഓരോ ഒക്ടീവ് കോർഗിൽ അധികം ഉണ്ടാവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നമ്മുടെ ഈ പാറ്റേണിൽ ഇങ്ങനെ ഒരു ഒക്ടീവ് അധികമാണ് കാണിക്കുക. അതുപോലെ നമ്പറും ഒരു ഒക്ടീവാണ് കാണിക്കുക. അപ്പം ഞാൻ ഈ ആദ്യത്തെ കീ തന്നെ, ഇത് ആദ്യത്തെ കീ ആണ്, ഒരു ഒക്ടീവ് അധികമാണ്. ആദ്യത്തെ കീ തന്നെ എങ്ങനെയാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പം നോർമലായിട്ട് എല്ലാവർക്കും തബലയാണല്ലോ ആവശ്യം. ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇവിടെ നമ്പറാണ്, ഇത് നമ്മുടെ ടോണിൻ്റെ നമ്പറാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ലെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ സിംഗിൾ ലെയർ ആക്കുക. ഇത് എന്തിനുള്ള ഓപ്ഷനാണെന്ന് ഇനി അടുത്ത സെക്ഷനിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളിവിടെ സിംഗിൾ ലെയർ ആക്കുക. പിന്നെ ലെയർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ടോണിൻ്റെ നമ്പർ മാറുന്നതിനൊക്കെ ടോൺ മാറും. ഇപ്പോൾ ടോണിൻ്റെ നമ്പർ ഇങ്ങനെ മാറും, ഇങ്ങനെ മാറും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ തബലയുടെ ഒരു നമ്പർ പറഞ്ഞുതരാം. 1023 ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അതെ, 1023 തൊട്ട് 1059 വരെ നമുക്ക് തബലയുടെ ടോണാണ്.
ഇങ്ങനെ നമുക്ക് ഓരോ ടോണുകളും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേറൊരു തബല ടോൺ കൊണ്ടുവരാം. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് 1040 ഓക്കെ. ലെയർ ശ്രദ്ധിക്കുക, ലെയർ ഓഫ് ചെയ്യുക. ഒരു തബല ടോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ കിറ്റുകളിലേക്ക് ടോണുകൾ, തബല ടോണുകളോ എന്ത് ടോണുകൾ വേണമെങ്കിലും, അതുപോലെ നിങ്ങൾ അലോസരപ്പെടുന്ന ചില കിറ്റുകളിൽ ചില ടോണുകളൊക്കെ വരാം. അവിടെ നിങ്ങൾ അതിന് പകരം നല്ലൊരു ടോൺ നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ ഇത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ സ്റ്റൈലിൻ്റെ കിറ്റുകളൊക്കെ ചിലപ്പോൾ ഒരു വികൃത സ്വരങ്ങളൊക്കെ വരുമ്പോൾ ആ കീകൾ കണ്ടുപിടിച്ച് ആ കിറ്റൊന്ന് എടുത്ത് ആ കീകളിൽ വേറെ നല്ലൊരു കിക്കോ അതിന് കണക്കായിട്ടുള്ള നല്ലൊരു സ്വരമോ ആക്കി കൊടുക്കുകയാണെങ്കിൽ, നല്ലൊരു സൗണ്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മളിവിടെ തബല നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ 1059 വരെ തബല ടോണുകൾ തന്നെയാണ്. ഞാനിവിടെ തബലയുടെ ഒരു ഇടുകയാണ്. തബല ഇടുകയാണ്. ഇനി അടുത്തായി നിങ്ങൾക്കിവിടെ ഇതിൻ്റെ അറ്റാക്ക്, ഡീക്കെ ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യണം. അറ്റാക്ക് എന്താണ്, ഡീക്കെ എന്താണ് എന്നത് ഞാൻ എൻ്റെ ടോൺ എഡിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിൽ ഗ്രാഫ് സഹിതം ഞാൻ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായും കണ്ടാൽ നിങ്ങൾക്ക് അറ്റാക്ക് എന്താണ്, ഡീക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകും. ഇനിയാണ് നമുക്കിവിടെ തബല ട്യൂൺ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കതിന് ആൻഡ്രോയിഡിനൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഏത് പിച്ചാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പിച്ച് നോക്കി ചെയ്യുക. അപ്പം ഞാനിവിടെ ഏത് പിച്ചിനാണ് വരുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ പിച്ച് നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാം. കണ്ടോ? ഇങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ തബല ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെറിയൊരു സൗണ്ട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിവിടെ അറ്റാക്കു, ഡീക്കെ തുടങ്ങിയ സംഭവങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ അറ്റാക്കിനും ഡീക്കെയും കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. ഇവിടെ നമ്മൾ പിച്ച് സെക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. അത് തന്നെയാണ് പിച്ച് സെക്ഷൻ. പിന്നെ ഇനി നമുക്ക് ഫിൽട്ടർ സെക്ഷൻ ഉണ്ട്. ഫിൽട്ടർ സെക്ഷന് LFO മോഡും മോഡുലേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ യമഹയുടെ എൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സെയിം തന്നെയാണ്. ഇവിടെ ചെറിയ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ ആംബ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ LFO ഉണ്ട്, ഇങ്ങനെ സംഭവങ്ങൾ എല്ലാം ഇവിടുത്തെ ഓപ്ഷൻ. ഇഫക്ട്സുകൾ കൊടുക്കാം, നമുക്ക് ഇഫക്റ്റുകൾ കൊടുക്കാം. അങ്ങനെ ഓരോ സെക്ഷനുകളായിട്ട് നമ്മൾ നല്ല രീതിക്ക് ഈ ഒരു കിറ്റിലെ കീകളൊക്കെ അസൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ റൈറ്റ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ അത് എവിടെയാണ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യണം. നമുക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾക്കത് സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ കിറ്റുകൾ നമുക്ക് നമ്മുടെ സ്റ്റൈലുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പറഞ്ഞു തീർത്തത്. ഇപ്പോൾ ഡ്രം കിറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ സ്മിത്ത് സുനു സൈനിങ് ഓഫ്. ബൈ.